വനിതാ CPO റാങ്ക് ഹോൾഡർമാരുടെ സമരം ഇന്നിപ്പോൾ 9ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. അവരുടെ ഇന്നത്തെ സമര പ്രതിഷേധമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് ഏത്തമിട്ടുകൊണ്ടാണ് ഇന്ന് വനിതാ CPO റാങ്ക് ഹോൾഡർമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരവും ഇവർ നടത്തി വരികയാണ്. അതിനിടയിൽ ഓരോ ദിവസവും ഓരോ പ്രതിഷേധ പരിപാടികൾ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും കണ്ണു തുറക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ കാര്യം. കാരണം ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി വെറും 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ മാസം 19ാം തീയതിയാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റ് ഒരു വർഷം നീണ്ടുനിന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% താഴെ ആളുകളെ മാത്രമാണ് ഇതുവരെയും നിയമിച്ചിട്ടുള്ളത്. 967 പേരുണ്ടായിരുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റ് ഉൾപ്പെടെ 967 പേരായിരുന്നു ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 259 പേർക്ക് മാത്രമാണ് ഇതുവരെയും നിയമനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകളെ ഈ ഒരു നിയമനത്തിലേക്ക് കൂടുതൽ ആളുകൾക്ക് നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഈ ഒരു തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 9 ദിവസമായി സമരം ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിലേക്ക് ജോലി നേടുവാൻ വേണ്ടിയാണ് ഇവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സമരം ചെയ്തിരുന്നത്. പക്ഷേ ഒരു തവണ പോലും മുഖ്യമന്ത്രിയെ കാണുവാൻ പോലും ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇന്നലെ ഇവർ മുഖ്യമന്ത്രിയെ കാണുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിന് സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നലെ മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഇവർക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ മന്ത്രിസഭാ യോഗത്തിൽ തങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമുണ്ടാകുമെന്ന്. പക്ഷേ അപ്പോഴും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പുതിയൊരു തസ്തിക സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. പോക്സോയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു തസ്തിക സൃഷ്ടിച്ചു. അതിൽ 304 പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിൽ വരുന്നത്. അതിൽ 100 പേരായിരിക്കും ഇത്തരത്തിൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരിക. അപ്പോൾ ഈ 9:1 അനുപാതം, അത് 100 പേര് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം 9 പുരുഷ പോലീസുകാരെ നിയമിച്ചു കഴിയുമ്പോൾ 10ാമതായിട്ട് മാത്രമേ ഒരു വനിതാ പോലീസിന് നിയമനം ലഭിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 100 സിവിൽ പോലീസ് നിയമനം ഈ ഒരു തസ്തികയിൽ വരുമ്പോൾ അതിൽ 10 പേർക്ക് മാത്രമേ ഇവരുടെ ഭാഗത്തു നിന്നും നിയമനം ലഭിക്കുകയുള്ളൂ. അത് വളരെ ചെറിയ ഒരു പോസ്റ്റാണ്. അല്ലാതെ ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിലോ അത് കൂടുതൽ പേരെ നിയമിക്കുമെന്നോ ഇന്നലെ പറഞ്ഞിട്ടില്ല. അത് വലിയ തരത്തിലുള്ള ഒരു കാരണം ഇവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് നടക്കാതെ പോവുകയാണ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ മാധ്യമപ്രവർത്തകർ ഉയർത്തിയതാണ്. പക്ഷേ അപ്പോഴും സമയം കഴിഞ്ഞു പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കാം, ഇന്നത്തെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോകുകയാണ് ചെയ്തത്. പക്ഷേ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുമ്പോൾ ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. ഇന്നലെ മുഖ്യമന്ത്രിയോട് വൈകിട്ട് മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ കാര്യം ചോദിച്ചപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ സമയം കഴിഞ്ഞു പോകും. ഇപ്പോൾ എന്താണ് ഇനിയുള്ള മുൻപിലുള്ള ഒരു പ്രതീക്ഷ? നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 10 ദിവസം എന്ന് പറയുന്നതിനകത്ത് പ്രവൃത്തി ദിവസങ്ങൾ കുറവാണ്, ഹോളിഡേയ്സ് ഉണ്ട്. ഇതിനുള്ളിൽ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശരിക്കും ഞങ്ങളുടെ ജീവിതം തുലാസിലായി നിൽക്കുകയാണ്. അത്രയധികം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇന്ന് 9ാം ദിവസമായി ഞങ്ങൾ ഈ തെരുവിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. കഷ്ടപ്പെട്ട് പഠിച്ചു, ഫിസിക്കൽ ഗ്രൗണ്ടിൽ പോയി മാസങ്ങളോളം നമ്മൾ ഉറക്കമില്ലാതെ നടന്നു. ഇതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നു. ഈ 9ാം ദിവസമായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മാനസികമായി വളരെയധികം തളർന്നു. ഇന്നലത്തെ ക്യാബിനറ്റിൽ ഞങ്ങൾ നല്ല പ്രതീക്ഷ അർപ്പിച്ചിരുന്നതാ. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒന്നും അവിടെ നിന്നുണ്ടായിട്ടില്ല. അത് കാരണം ശരിക്കും ഞങ്ങൾ പഠിച്ചതേ തെറ്റാണ്, ഫിസിക്കൽ ഗ്രൗണ്ടിൽ പോയതേ തെറ്റുപോലെയായി. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ കഴിഞ്ഞ 9 ദിവസത്തിനിടെ നിങ്ങൾ നടത്തി. ഇവിടെ നിരാഹാര സമരം ഇരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള ഇപ്പോൾ ശയന പ്രദർശനമാണെങ്കിലും കയ്യിൽ കർപ്പൂരം കത്തിച്ചുമൊക്കെ നിങ്ങൾ പ്രതിഷേധിച്ചു. പക്ഷേ ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനൊരു ശ്രമം നടത്തിയിട്ടും അതിനും നടന്നില്ല. ഇത് സർക്കാർ എന്തായിരിക്കും നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാത്തതെന്നാണ് കരുതുന്നത്? മനഃപൂർവ്വം നിങ്ങളെ പരിഗണിക്കാത്തതാണെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും അറിയില്ല. ഞങ്ങൾ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും സർക്കാരിന്റെ കണ്ണുകൾ ഞങ്ങളേക്ക് എത്താത്തതാണോ അതോ കണ്ണടച്ചിരിക്കുന്നതാണോ എന്നറിയില്ല. വീണ്ടും ഞങ്ങളെ പരിഗണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഓരോന്ന് കാണിക്കുന്നത്. അല്ലാതെ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം അങ്ങനെ ഒന്നും ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേക്കൻസി, ജോലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇനിയും ഞങ്ങൾ ഈ സമരമുറകൾ ഓരോന്നോരോന്നായി ഞങ്ങൾ ചർച്ച ചെയ്ത് സ്വീകരിക്കുമ്പോഴും ഇതെങ്കിലും കണ്ടിട്ട് സർക്കാർ ഞങ്ങളെ പരിഗണിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ മുൻപിൽ 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ദിവസവും സമരമുറകളുമായി മുൻപോട്ടേക്ക് തന്നെ പോകുമെന്നാണ് ഈ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ പറയുന്നത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഈ 9 ദിവസം അങ്ങേയറ്റം നിർണായകമാണ്. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ സർക്കാർ കണ്ട് തുറക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും ഇവിടെ ഓരോ സമരമുറകളുമായി മുൻപോട്ടേക്ക് പോകുന്നത്.